വൃശ്ചികത്തിലെ കാർത്തിക നാളാണ് ചക്കുളത്തുകാവിലെ പൊങ്കാല. അപ്പോൾ എല്ലാ കൊല്ലം എൻ്റെ അമ്മ അമ്പലത്തിൽ പോയിട്ട് പൊങ്കാല ഇടാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം അമ്പലത്തിൽ പോയി പൊങ്കാല ഇടാൻ പറ്റില്ല എന്നുള്ള നല്ല വിഷമം എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. എന്തായാലും സാരില്ല, നമുക്ക് വീട്ടിൽ പൊങ്കാല ഇടാമെന്ന് പറഞ്ഞിട്ട് അമ്മ തലേദിവസം തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫോണിലെ ലൈവ് ഓണാക്കിയിട്ട് അതിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ അമ്മ ഏറ്റു ചൊല്ലുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് അത്ര വിശ്വാസമാണ് അവിടുത്തെ അമ്മയെ. ഒരുപാട് കൊല്ലം പൊങ്കാലയിട്ട പരിചയം വെച്ച് അവിടെ എങ്ങനെയാണോ പൊങ്കാല ഇടുന്നത് അതേ രീതിയിൽ തന്നെ അമ്മ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചക്കുളത്തുകാവ് പൊങ്കാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റേതായ ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ആ ഐതിഹ്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. കാട്ടിൽ വിറക് വെട്ടാൻ പോയ ഒരു വേടൻ തന്നെ കൊത്താൻ വന്ന സർപ്പത്തെ ആഞ്ഞു വെട്ടി. പക്ഷെ ആ സർപ്പത്തിന് ഒരു പോറൽ പോലും സംഭവിച്ചില്ല. പിന്നീട് ആ സർപ്പം അപ്രത്യക്ഷമാവുകയും ചെയ്തു. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൊത്താൻ വന്ന സർപ്പത്തിനെ ഉപദ്രവിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ സർപ്പം വീണ്ടും പകവെച്ച് നമ്മളെ കൊത്തുമെന്ന്. ആ ഒരു തോന്നലാണ് വേടനും ഇവിടെ ഉണ്ടായത്. വേടൻ ആ സർപ്പത്തെ അന്വേഷിച്ചിറങ്ങി. പിന്നീട് ഇതേ സർപ്പത്തെ ഒരു കുളക്കരയിലെ പുറ്റിന് മുകളിൽ കണ്ടപ്പോൾ വേടൻ വീണ്ടും അതിനെ ആക്രമിച്ചു. പക്ഷെ ഇത്തവണ പുറ്റുപൊട്ടി ജലപ്രവാഹമുണ്ടായി. അമ്പരന്ന് നിന്ന വേടന് മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ഇതേ സമയം വേടൻ്റെ കുടുംബവും അവിടെ എത്തിയിരുന്നു. വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്ന് സന്യാസി അവരോട് പറഞ്ഞു. പുറ്റിനകത്ത് പ്രപഞ്ചനാഥിയായ സാക്ഷാൽ ആദിപരാശക്തി ജലശയനം നടത്തിയ വെള്ളമാണിതെന്നും പുറ്റ് പൊളിച്ച് നോക്കിയാൽ ജഗദീശ്വരിയുടെ ഒരു പ്രതിഷ്ഠ കാണാമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു. ആ പരാശക്തിയെ ആരാധിച്ചാൽ സർവ്വ ഐശ്വര്യവും ഉണ്ടാകുമെന്ന് പറഞ്ഞ് പുറ്റുടച്ച് സന്യാസി വിഗ്രഹം പുറത്തെടുത്തു. അതോടെ അദ്ദേഹം അപ്രത്യക്ഷനായി. അന്ന് രാത്രിയിൽ സന്യാസിയായി പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ നാരദമുനിയാണെന്നും വേടന് സ്വപ്നദർശനമുണ്ടായി. ആ വിഗ്രഹമാണ് ചക്കുളത്തുകാവിൽ കുടികൊള്ളുന്നതെന്നാണ് ഐതിഹ്യം. അന്നു മുതൽ വേടനും കുടുംബവും ആ വനത്തിൽ തന്നെ താമസം തുടങ്ങി. എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറകും ഭക്ഷണങ്ങളും ശേഖരിച്ച് മൺകലത്തിൽ പാചകം ചെയ്താണ് അവർ കഴിഞ്ഞു പോന്നത്. ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ഭഗവതിക്ക് നൽകിയ ശേഷമാണ് അവർ കഴിച്ചിരുന്നത്. ഒരു ദിവസം അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് സമയത്തിനെത്താനായില്ല. അന്ന് ഭഗവതിക്ക് ഭക്ഷണം നൽകാനായില്ലെന്ന വിഷമത്തിലായിരുന്നു അവർ. എന്നാൽ പാചകത്തിനായി മരച്ചുവട്ടിൽ ചെന്നപ്പോൾ കലം നിറയെ ചോറും കറികളും കായ്കനികളും ഇരിക്കുന്ന കാഴ്ചയാണ് വേടനും കുടുംബവും കണ്ടത്. ആഹാര സാധനങ്ങൾ അവിടെ എത്തിയത് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ അവർ ഭക്തിയോടെ ഉച്ചത്തിൽ ദേവീനാമങ്ങൾ ഉരുവിട്ടു. ഇതേ സമയം ഒരു അശരീരിയും ഉണ്ടായി. അത് ഇങ്ങനെയായിരുന്നു: മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ആഹാരം. ആവശ്യത്തിന് കഴിച്ച് വിശ്രമിക്കുക. നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ്. തീരാ ദുഃഖങ്ങളിൽ പോലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസിയും തോഴിയുമായിരിക്കും. ഭക്തിപൂർവ്വം ആര് എവിടെ നിന്ന് വിളിച്ചാലും അവരോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ ഓർമ്മ പുതുക്കാനാണ് ചക്കുളത്തുകാവിൽ ജനലക്ഷങ്ങൾ പൊങ്കാലയിടുന്നത്. ഭക്തർ അമ്മയ്ക്ക് പൊങ്കാലയിടുമ്പോൾ അവരിലൊരാളായി അമ്മയും പൊങ്കാലയിടുന്നുണ്ടാകുമെന്നാണ് വിശ്വാസം. പിൻകാലത്ത് ആ വേടനും കുടുംബവും സ്ഥലം വിട്ടു പോകുകയും ബ്രാഹ്മണർ അവിടെ താമസിക്കുകയും ചെയ്തു. അവരിൽ പ്രധാനിയായ പട്ടമന ഇല്ലത്തെ നമ്പൂതിരി താന്ത്രിക വിധികളോട് കൂടിയ ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ചക്കുളത്തുകാവ് ക്ഷേത്രം നിലവിൽ വന്നത്. 1981 ക്ഷേത്രത്തിൽ നടന്ന നവീകരണത്തിനു ശേഷം അഷ്ടബാഹുകളോട് കൂടിയ ആദിപരാശക്തിയുടെ മൂർത്തിരൂപമായ വനദുർഗയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി തുടങ്ങിയ പ്രധാന ഭാവങ്ങളിൽ ജഗദീശ്വരി ചക്കുളത്തുകാവിൽ ആരാധിക്കപ്പെടുന്നു. ഭക്തർ എവിടെ നിന്ന് ഭക്തിപൂർവ്വം വിളിച്ചാലും അമ്മ വിളി കേൾക്കുമെന്നാണ് വിശ്വാസം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം.